ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേരുടെ സംശയത്തിന്റെ മറുപടി ആയിട്ടാണ്. കുറേ പേർക്ക് സംശയമുണ്ട് ഈ പനീറും മൊസറല്ല ചീസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. കാരണം അത് ഉണ്ടാക്കുന്ന രീതി ഏകദേശം ഒരുപോലെയാണ്, അതുപോലെ തന്നെ അതിലുള്ള ഇൻഗ്രീഡിയൻസും സെയിം ആണ്. അപ്പോൾ അതിന്റെ ആ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടിന്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. മൊസറല്ല ചീസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾക്ക് പാല് അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല, അതായത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നേരിയ ചൂട് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ഈ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഒഴിച്ച് അതൊന്ന് പിരിച്ചെടുക്കുന്നത്. പക്ഷെ നമ്മൾ പനീർ ഉണ്ടാക്കുന്ന സമയത്ത് പാല് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വീണ്ടും 1-2 മിനിറ്റും കൂടി തിളപ്പിക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതുപോലെ വിനാഗിരി ഒഴിച്ച് അല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ച് ഇതുപോലെ പിരിച്ചെടുക്കുന്നത്. അതുപോലെ ഈ മൊസറല്ല ചീസ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വെച്ചതിന് ശേഷം കുറച്ചും കൂടി പ്രോസസ്സ് ഉണ്ട്. ഇതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് നമ്മുടെ കൈവെള്ളയിലിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് വീണ്ടും ഒരു 4-5 മിനിറ്റും കൂടി ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോഴാണ് അതിന്റെ ആ ഒരു മെൽറ്റിങ് നന്നായിട്ട് വരുള്ളൂ. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷെ പനീർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു ടവലിലേക്കാണ് ഇത് വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. എന്നിട്ട് അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഇതിന്റെ മേലെ ഒരു വെയിറ്റ് എടുത്ത് വെക്കും. എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ നമുക്ക് പനീർ റെഡി ആയി കിട്ടും. പിന്നെ ഇതിന് വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് പനീർ കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് മുറിച്ചെടുക്കാം. അതുപോലെ രണ്ടിനും നല്ല ഫ്രഷ് പാലാണെങ്കിൽ, അതായത് നമ്മുടെ പശുവിന് കറന്നെടുത്ത പാടുള്ള ഫ്രഷ് പാലില്ലേ, അതൊക്കെ ആണെങ്കിൽ നല്ല ചീസും അതുപോലെ പനീറായിരിക്കും. മൊസറല്ല ചീസ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് മെൽട്ടായി വരും. പക്ഷെ പനീർ ഒരിക്കലും മെൽട്ടാവില്ല. ഇതൊക്കെയാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പൊ വീണ്ടും നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് വരാം. താങ്ക്